ആപ്പിൾ മ്യൂസിക്കിൻ്റെ 100 ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ 4ാമത്തെ ആൽബമാണ് അമേരിക്കൻ സിംഗർ പ്രിൻസിൻ്റെ പർപ്പിൾ റെയിൻ. അതേ പേരിലുള്ള സിനിമയുടെ സൗണ്ട് ട്രാക്കായാണ് പാട്ടുകൾ റിലീസ് ചെയ്തിരുന്നതെങ്കിലും ആൽബത്തിൻ്റെ പ്രത്യേകതകളും കോൺട്രവേഴ്സികളും അതിനെ വേറിട്ട് നിർത്തുന്നു. ആൽബത്തിലെ ഭൂരിഭാഗം ട്രാക്കുകളും എഴുതി തിട്ടപ്പെടുത്തിയതും പ്രിൻസ് തന്നെയായിരുന്നു. തൻ്റെ വ്യത്യസ്ത ആറ്റിറ്റ്യൂഡുകൾ കൊണ്ടും ആർട്ടിസ്ട്രി കൊണ്ടും സ്റ്റേജ് പെർഫോമൻസുകൾ കൊണ്ടും പ്രിൻസിനെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മ്യൂസീഷ്യൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോകമെമ്പാടും 25 മില്യൺ കോപ്പികൾ വിറ്റഴിച്ച ആൽബം ആ വർഷത്തെ ഗ്രാമി അവാർഡുകൾ കൈക്കലാക്കുകയും പർപ്പിൾ റെയിൻ ഫിലിം ട്രാക്കിലൂടെ ഓസ്കാർ കരസ്ഥമാക്കുകയും ചെയ്തു. ആപ്പിൾ മ്യൂസിക്കിൻ്റെ 100 ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ 5ാം സ്ഥാനത്തുള്ള ആൽബമാണ് ബ്ലോണ്ട്. 2016 റിലീസ് ചെയ്ത ഈ ആൽബത്തിലൂടെ ഫ്രാങ്ക് ഓഷ്യൻ പകരം വയ്ക്കാനാവാത്തൊരു ആർട്ടിസ്റ്റായി മാറുകയാണ് ഉണ്ടായത്. ന്യൂയോർക്കിലേക്ക് ആദ്യം താമസം മാറുമ്പോൾ ഫ്രാങ്കിൻ്റെ കൈവശം ഒന്നുമില്ലായിരുന്നുവെങ്കിലും പതിയെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ലിറിസിസ്റ്റായി മറ്റുമൊക്കെ അവൻ വളർന്നു വന്നു. തൻ്റെ ആദ്യ ആൽബം ചാനൽ ഓറഞ്ചിൻ്റെ സക്സസിന് ശേഷം മറ്റൊരു ആൽബം റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്ന ഫ്രാങ്ക് തൻ്റെ 2ാമത്തെ ആൽബം എൻഡ്ലെസ് റിലീസ് ചെയ്യുന്നു. എന്നാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. സാധാരണയായി ഒരു ആൽബത്തിൻ്റെ സക്സസിൻ്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ആ ആർട്ടിസ്റ്റിനായിരിക്കില്ല, അത് അവരുടെ റെക്കോർഡിംഗ് ലേബൽസിനാണ് കിട്ടുക. എന്നാൽ ഫ്രാങ്ക് ഇവിടെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ലേബലുമായുള്ള എഗ്രിമെൻറ്റ്സിൻ്റെ നൂലിഴകൾ അഴിച്ചു പരിശോധിച്ചു. 2 ആൽബമായിരുന്നു അവർ തമ്മിലുള്ള കരാർ. ഒടുവിൽ ഫ്രാങ്ക് ഓഷ്യൻ തൻ്റെ 2ാമത്തെ സ്റ്റുഡിയോ ആൽബം എൻഡ്ലെസ് റിലീസ് ചെയ്തുകൊണ്ട് ലേബലിൻ്റെ കീഴിൽ നിന്നും സ്വതന്ത്രനാകുന്നു. തുടർന്ന് താൻ ഏറെ കാലമായി പ്രയത്നിച്ച ഫ്രാങ്കിൻ്റെ മോസ്റ്റ് ക്രിട്ടിക്കലി അക്ലെയിംഡ് ആൽബം ബ്ലോണ്ട് തൊട്ടടുത്ത ദിവസം റിലീസ് ചെയ്യുന്നു. ആർട്ടിസ്റ്റിക്കലി ബ്ലോണ്ടിന് പറയാനുള്ളത് ഒരു വലിയ കഥയാണ്. ആദ്യാനുരാഗവും പ്രണയനൈരാശ്യവും അഡിക്ഷനും ഒക്കെയായ ആ കഥ അങ്ങനെ നീളുന്നു. അത് കേൾക്കേണ്ടത് തന്നെയാണ്. ആപ്പിൾ മ്യൂസിക്കിൻ്റെ 100 ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ 6ാമത്തെ ആൽബമാണ് അമേരിക്കൻ സിംഗർ സോങ് റൈറ്റർ സ്റ്റീവി വണ്ടറിൻ്റെ 8ാമത്തെ സ്റ്റുഡിയോ ആൽബം സോങ്സ് ഇൻ ദ കീ ഓഫ് ലൈഫ്. ജന്മനാ ബ്ലൈൻഡായിരുന്ന സ്റ്റീവ് വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സംഗീത കഴിവുകൾ കാണിച്ചു തുടങ്ങി. അങ്ങനെ വെറും 11 വയസ്സിൽ ചുറ്റുമുള്ളവർക്കെല്ലാം ഒരു അത്ഭുതമായി മാറിയ അദ്ദേഹം തൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ലേബലുമായി കരാറിലേർപ്പെട്ടുകൊണ്ട് തൻ്റെ സംഗീതയാത്ര ആരംഭിക്കുന്നു. ആദ്യ ആൽബം മുതൽ തുടങ്ങിയ ജേർണി 1970കളായപ്പോഴേക്കും ക്ലാസിക് ട്രാക്കുകളാലും നമ്പർ 1 റെക്കോർഡുകളാലും സ്റ്റീവ് പോപ്പ് സ്റ്റാർഡത്തിലേക്ക് കടന്നു. ഹി വാസ് എ മ്യൂസിക്കൽ ജീനിയസ്. 1974 താൻ മ്യൂസിക്കിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ച സ്റ്റീവ് ആ തീരുമാനം ഉപേക്ഷിക്കുന്നു. തുടർന്നായിരുന്നു അദ്ദേഹം സോങ്സ് ഇൻ ദ കീ ഓഫ് ലൈഫ് എന്ന ആൽബം നിർമ്മിക്കുന്നത്. നിരവധി ക്ലാസിക്കൽ ട്രാക്കുകളാൽ സമ്പന്നമായ ആൽബം 19ാമത് ഗ്രാമി അവാർഡ്സിൽ ബെസ്റ്റ് ആൽബം ഓഫ് ദ ഇയർ കരസ്ഥമാക്കുകയും ചരിത്രത്തിലിടം നേടുകയുമാണ് ഉണ്ടായത്.